ഇവിടെ ആരുമില്ലേ? ഭയങ്കര സൈലൻസ്. ഇവിടെ ഉണ്ടായിരുന്നാ? എന്ത് പറ്റി? ആരും കാണാനില്ലല്ലോ. വാണിയമ്മയ്ക്ക് വയ്യ. അച്ഛനും വലിയച്ഛനും കുഞ്ഞമ്മയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മിസ്സായല്ലോ. എന്ത് മിസ്സായെന്ന്? ഓ, വാണിയമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ത്രിവേണി കുഞ്ഞമ്മേന്റെ അടുത്ത് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. മനസ്സിലാക്കി കളഞ്ഞല്ല. ആ ബെസ്റ്റ്. ഈ ട്രാക്ക് തന്നെ അച്ഛനും പയറ്റുന്നത്. പക്ഷേ ഈ പോക്കില് അമ്മയ്ക്ക് എന്തായാലും അച്ഛനോട് സിമ്പതി തോന്നും. അല്ല, ഞാനും കൂടി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? അല്ല, ബ്ലഡ് അങ്ങനെ ആവശ്യം വരുവാണെങ്കിൽ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്യാലോ. വട്ട് നിന്റെ അച്ഛന്. ആ, അച്ഛന് ചെറിയ വട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പൊ ഒരു ബ്ലഡിന്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അവര് കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വന്നോളും. നല്ലൊരു ചാൻസ് ആയിരുന്നു, വെറുതെ മിസ്സാക്കി. ഇനി ആർക്കെങ്കിലും നെഞ്ചുവേദന എന്നാ ചേട്ടനോട് പറയാൻ മറക്കല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടൻ പോട്ടെ. സൂക്ഷിച്ച്, പടിയുണ്ട് ഇവിടെ. അമ്മ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല മക്കളെ, ഒന്നുമില്ല. പേടിക്കാനൊന്നുമില്ല മാളു. ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനെ ഗ്യാസിന്റെ ചില പ്രശ്നങ്ങളൊക്കെ വരും, അത്രേ ഉള്ളൂ. ഈ നെഞ്ചുവേദനയും ശ്വാസം മുട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനാകെ വല്ലാണ്ടായി പോയി, പേടിച്ചു പോയി. ഇത് റെസ്റ്റ് എടുത്താൽ മതി, റെഡി ആയിക്കോളും. ത്രിവേണി, ഞാനൊന്ന് കുറച്ചേരം കിടക്കട്ടെ. മക്കളും എല്ലാം കഴിക്കേട്ടോ. അയ്യോ, അവനെ ഒറ്റക്ക് പോകണ്ട, ത്രിവേണി കൂടെ ചെല്ല്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഉണ്ട്, വിളിച്ചാ. അല്ല, മോഹനായിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ പോയിട്ട് വേണം. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര സത്യമല്ല മാളോ. അമ്മയായിട്ട് എങ്ങനെ അടുക്കും എന്നൊരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ദൈവമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടു തന്നു. അപ്പോ എല്ലാ പ്രശ്നം തീർന്നു വച്ചാ? പിന്നെ തീർന്നില്ലേ? ഞാനല്ലേ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും നോക്കിയത്, ബില്ലടച്ചൊക്കെ. ഒരു പ്രശ്നമില്ല. അമ്മക്ക് ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നില്ല. അടിപൊളി അച്ഛാ, സൂപ്പർ. ഇനി എന്തോ നോക്കിക്കോ അച്ഛ. ഇവിടെ ചെന്ന അവസരം മുതലാക്ക്. അത് കറക്റ്റ്. ചെന്ന് അമ്മയുടെ അടുത്ത് പോയിരിക്കച്ച. അപ്പൊ അമ്മയ്ക്ക് അച്ഛനോട് ചെറിയ സിമ്പതിയൊക്കെ തോന്നും. നമുക്കേ അതി പിടിച്ചു കയറാം. ഹലോ, എങ്ങോട്ടാ? ആദ്യം അവരുടെ പ്രശ്നം തീർത്താൽ ഇങ്ങോട്ട് വാ. കുഴപ്പമുണ്ടല്ലോ ചേച്ചി? രാവിലെ പോയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നീ വാ, ചോദിക്കാം.
എന്തൊറ്റി? ഒന്നുമില്ല. എന്തു പറ്റി അച്ഛാ? ഇന്ന് പതിവില്ലാതെ നേരത്തെ ഓഫീസിൽ നിന്ന് വരികയും ചെയ്തു. മുഖത്തൊരു ടെൻഷനും. എന്താച്ചാ, സുഖമില്ലേ? അതോ നീ ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ഓഫീസിൽ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലോ. അപ്പൊ ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയപ്പോ എന്നെ ആരും ഫോളോ ചെയ്യണ പോലെ തോന്നി. ആര്? അറിയില്ല. ഇന്ന് ഞാൻ ക്ലയന്റ് മീറ്റിങ്ങിന് പോയപ്പോ അവിടെ എന്നെ ആരും ഫോളോ ചെയ്യണ പോലെ തോന്നി. വെറുതെ തോന്നിയതായിരിക്കും അച്ഛാ. അല്ല, വെറുതെ തോന്നിയതല്ല. എന്റെ പുറകെ ആരും ഉണ്ട്. എനിക്ക് തോന്നുന്നതേ ആ ആവണീനെ സഹായിക്കുന്ന ആരോ ആണെന്നാണ്. എല്ലാവരുടെയും കണ്ണില് ആവണിയുടെ ജോലി കളഞ്ഞ് ഞാനല്ലേ. ആവണിയുടെ ജോലിക്ക് തടസ്സം നിന്നവരുടെയൊക്കെ കൈയും കാലും തല്ലി കളിച്ചെന്നല്ലേ കേട്ടത്. അപ്പൊ എന്നെ അയാള് വെറുതെ വിടുവോ? ഇനി എന്ത് ചെയ്യും അച്ഛാ? അറിയില്ല. എത്ര നാള് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റും? ചിലപ്പോ ഇത്ര നാൾ ആവണിയെ ദ്രോഹിച്ചതിന് കിട്ടാൻ പോകുന്ന ശിക്ഷയായിരിക്കും. അച്ഛൻ നിരപരാധിയല്ലേ? അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിനാകെ നിങ്ങൾ രണ്ടാൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ആവണി വിശ്വസിക്കുന്നില്ലല്ലോ. അച്ഛൻ നീ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട. പോണം. എനിക്കറിയണം അതാരാണെന്ന്. മായമ്മ, ഞാനൊരു കാര്യം ചോദിച്ചാ മായമ്മ സത്യം പറയോ? ചോദിക്ക്, പറയാം. മായമ്മയാണോ അമ്മയുടെ ഓഫീസിൽ പൈസ കൊണ്ട് വെച്ചത്? ഞാനോ? ഏയ്, ഞാനൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഇവിടെ സംഭവിക്കുമ്പോ ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. മോഹൻ പൈസ വെക്കുന്നത് ആവണി കണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ മായമല്ലേ മക്കളെ അത് ചെയ്തത്? നീ തന്നെ അത് ചെയ്തത്, എനിക്ക് ഉറപ്പാണ്. മോഹന, അനാവശ്യം പറയരുത്. ഞാൻ ചെയ്ത് നീ കണ്ടോ? അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്താ ഉറപ്പ് ഞാനാ ചെയ്തെന്ന്? എനിക്ക് നല്ല ഉറപ്പാ. നീയേ ചെയ്യൂ, നീ മാത്രമേ ചെയ്യൂ. മായമ്മ അത് ചെയ്തെങ്കിൽ പറയും. അച്ഛനെ ആരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ അജ്ഞാത അച്ഛനെ ഉറപ്പായിട്ട് അറ്റാക്ക് ചെയ്യും. മോളെ, മാളു സത്യമായിട്ടും മായമ്മയല്ല അത് ചെയ്തത്. മായമ്മയല്ല, വെളിച്ചനല്ല. അപ്പൊ എങ്ങനെയാ പൈസ അവിടെ വന്നു? സത്യം പറ, നീയല്ല ചെയ്തത്. ചെയ്യാത്ത കാര്യം ഞാനെങ്ങനെ പറയും? അവള് തന്നെ, എനിക്കുറപ്പാ. ഞാനെന്ന് അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ, അതിന്റെ ദേഷ്യ കാണിക്കുന്ന. മായമ്മ അത് ചെയ്തെങ്കിൽ മായമ്മയുടെ വായിൽ നിന്ന് തണ്ണിനാഥാൻ. അച്ഛൻ തൽക്കാലം സേഫായിട്ടിരിക്കും. സത്യം അറിയുന്നവരെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങണ്ട. എന്നെ അപമാനിച്ച് ഇവിടെ ഇറക്കി വിടണം. കൊള്ളാം. കണ്ടില്ലേ, എന്നെ വേദനിപ്പിച്ചത് വിഷമിക്കുന്ന കണ്ടില്ലേ? ഇല്ലെങ്കിൽ തന്നെ എനിക്കെന്താ? എന്നോടില്ലാത്ത സ്നേഹവും സങ്കടവും ഒന്നും എനിക്ക് ആരോടും ഇല്ല. ആരോടൊട്ടും കാണിക്കാനും ഞാൻ പോകും.
ചേച്ചി ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അത് മതി. ആയേ എനിക്കറിയാം നീയാണത് ചെയ്തത്. അതെ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. അല്ല മോഹന, നിനക്കെന്താ അത് തെളിയിക്കാൻ പറ്റും? നീ തന്നെയല്ലേ പറഞ്ഞത് അവള് കാരണമാണ് എന്റെ ചേച്ചി മരിച്ചതെന്ന്. നിങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടും അവളുടെ ജോലി കളയാൻ പറ്റിയില്ലെന്ന്. എടാ മോഹന, നീ അഭിമാനത്തോട് പോയി പറയടാ, നീയാണ് അവളുടെ ജോലി കളഞ്ഞത്. എന്താ നിനക്ക് പേടിയുണ്ടോ? അല്ലെങ്കിലും നീയും ആഗ്രഹിച്ചല്ലേ അവൾ അവളുടെ ജോലി പോയിട്ട് വീട്ടിലിരിക്കണോന്ന്? അതോ ഇനി അവള് കാരണമല്ലേ എന്റെ ചേച്ചി മരിച്ചത്? എന്താ മോഹന, നിനക്കൊന്നും പറയാനില്ലേ? എന്റെ മനസമാധാനം മുഴുവൻ കളഞ്ഞതേ അവളാണ്, ആ ആവണി. അവൾ എനിക്ക് പുല്ല് വിലയാണ് തരുന്നത്. അപ്പൊ പിന്നെ അവൾ ഇത് അർഹിക്കുന്നു. പിന്നെ നിനക്കെന്നെ ഇവിടുന്ന് ആട്ടിയിറക്കണം അല്ലേ? ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ നീ എന്നെ ഇവിടുന്ന് ആട്ടിയിറക്കാൻ നോക്കും. അപ്പൊ പിന്നെ ഞാൻ പോണം. എന്നെ തോൽപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത ആരും ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൽക്കാലം എല്ലാവരുടെയും മുമ്പിൽ നീ തന്നെയാണ് അവനുടെ ജോലി കളഞ്ഞത്. എന്താടാ? എടീ, ഞാൻ മോനേന്റെ പുറകെ തന്നെ ഉണ്ട്. പക്ഷെ മോനേനെ ഫോളോ ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല ആരും. നീ ഇപ്പൊ എവിടെയാ? ഞാൻ മോനേന്റെ ഓഫീസിന്റെ അടുത്ത് തന്നെയുണ്ട്. മോനേട്ടൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കാണാൻ പറ്റും. എടാ, അതാരാണെന്ന് എനിക്ക് എന്തായാലും അറിയണം. നീ മാക്സിമം ട്രൈ ചെയ്. പിന്നെ വേറൊരു കാര്യം, ഈ സഹായിക്കുന്ന ആരായാലും അത് നമുക്ക് പരിചയമുള്ള ആളായിരിക്കും. നിന്നെ കണ്ട ചിലപ്പോ വന്ന് ക്യാഷ്വൽ ആയിട്ട് സംസാരിച്ചൊന്നും വരും. അങ്ങനെ ആരെങ്കിലും വന്നാലും നീ എന്നോട് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞോളാം. ഇയാളെന്താ ഇവിടെ? എന്താടാ? എടീ, അങ്ങനെ വിളിക്കാം. ഹലോ, പറയടാ. എടീ, നീ പറഞ്ഞ ശരിയാ, മോനേണ്ണ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. നീ അയാളുടെ പുറകെ തന്നെയാണോ? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റൂട്ടിൽ തന്നെയാണോ? അതേടി. പ്രകാശ, നമുക്കൊരിടം വരെ പോണം. എന്തുപറ്റി? പറയാ, നീ വണ്ടി എടുക്ക്. പിള്ളേരെ, ഇവരെവിടെയൊക്കെ പോയെന്നറിയോ? അറിയില്ല.
ഇൻസ്പെക്ടർ രഘു അല്ലേ? നിങ്ങളാണല്ലേ ആവണിനെ സഹായിക്കുന്ന ആൾ. ഈ കൈ കൊണ്ടല്ലേ നീ ആവണിയുടെ ഓഫീസ് കൈക്കൂലി വെച്ചത്? ഈ നാവ് കൊണ്ടല്ലടാ നീ മായാവതിയോട് ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറത്ത. ഓ, അപ്പൊ നിങ്ങളാണല്ലേ ഇവിടെ സഹായിക്കുന്ന ആജ്ഞാതൻ? നിങ്ങളാണോ എന്നെ സഹായിക്കുന്നത്? അതെ. എന്തിന്? ജീവിതത്തിൽ ഇന്ന് അവര് നല്ല കാര്യം ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് എങ്കിലാട്ടം തരും. ഓ, പ്രായശ്ചിത്തം അല്ലേ? എന്നെ ഓഫീസിൽ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരുന്നവരും തല്ലിയത് നിങ്ങളാണോ? അതെ. എല്ലാം ചെയ്തത് നിങ്ങളാണ്. പക്ഷെ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ഒരാളില്ലേ? എന്നെ കൊണ്ടാരും ഒന്നും ചെയ്യിക്കുന്നു. ഇയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച് ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരുന്ന അത് ആരും അറിയില്ലാന്ന് കരുതണ്ട. ഇതൊക്കെ ചെയ്ത ആരായാലും ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വാ. എനിക്കറിയായിരുന്നു ഒക്കെ ചെയ്ത ചേച്ചിയാണെന്ന്. എന്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഞാൻ ആകെ ഷെയർ ചെയ്യുന്ന ചേച്ചിയോടാണ്. അതെ, ഞാൻ തന്നെയാ. പിന്നെ നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ മിണ്ടായിരിക്കണോ? ഇടപെടണ്ടേ ഞാന്? അതേ ഞാൻ ചെയ്തോളൂ. നിന്റെ ഓഫീസിൽ ഒരുത്തം വന്നില്ലേ നീ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞിട്ട്? അവനോ ഞാൻ അറേഞ്ച് ചെയ്ത ഒരു ഗുണ്ടയില്ലേ നിന്റെ ഓഫീസിലെ ഒരു എഞ്ചിനീയറും, അവരൊക്കെ വരണ്ട ഓടിയില്ലേ? അത് ഞാനാ ചെയ്തേ. അപ്പൊ പിന്നെ ഇതെല്ലാം ചെയ്യിച്ച മായാവതിയെ ഞാൻ വെറുതെ വിടുവോ? അവർക്കും കൊടുത്തിട്ടുണ്ട്.
എന്നൊന്നും ചെയ്യില്ലേ. അയ്യോ. ഇനി നിന്റെ ഭാഗത്തുനിന്ന് ആവണിക്കൊരു ശല്യം ഉണ്ടാകരുത്. ഉണ്ടായാൽ ഇല്ല, ഒന്നും ഉണ്ടാവില്ല. സത്യം ഒന്നും ഉണ്ടാവില്ല. ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ? നല്ല സുഖമുണ്ടടാ. എന്നാലും നീ ഇവരുടെ കൂട്ടത്തിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ചേട്ടാ വേണോന്ന് വെച്ച് ചെയ്തതല്ല. ചേട്ടൻ എന്റെ ഇടയ്ക്ക് കൈക്കൂലി വെക്കുന്നു ഞാൻ അറിഞ്ഞ. എടാ ഞാനല്ലടാ അത് ചെയ്തത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. ചേട്ടൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പേ ആരും വിശ്വസിക്കാനാ? ആരും വിശ്വസിക്കാൻ പോളാം. എന്നെ ഈ കോലത്തിൽ കണ്ടപ്പോ നിനക്ക് സന്തോഷമായ? എന്റെ ചേട്ടാ, ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേട്ടൻ രണ്ടടിയുടെ കുറവുണ്ടായിരുന്നില്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചേട്ടൻ എന്റെ അനിയനായിരുന്നെങ്കിലേ രണ്ടെണ്ണം തരണമായിരുന്നു. പിന്നെ ഇപ്പൊ തല്ലിട്ടിയ എല്ലാവരേ അതിന് അർഹരായിരുന്നു, ചേട്ടൻ അടക്കം. അതുകൊണ്ട് എനിക്ക് വലിയ കുറ്റബോധമൊന്നുമില്ല. എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ ചേട്ടൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പേ എനിക്ക് അത്ര വലിയ വിഷമമില്ല. പിന്നെ ഇവിടെ എല്ലാവരും മാറിയും തിരിഞ്ഞും ചോദിച്ചാണല്ലോ ഇതാരാ ചെയ്തേന്ന്. പറഞ്ഞില്ല ആരോടും. ചേട്ടൻ പറയായിരുന്നില്ലേ ഞാനും സുധച്ചേച്ചി രഘുചേനും കൂടിയാണ് ചെയ്തതെന്ന്. പിന്നെ ഇത് ചെയ്ത മൊത്തം സുധേണെന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാ എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ നടക്കാൻ പറ്റോ? നീ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് രണ്ടടിയിൽ കുറവുണ്ടെന്ന്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടിക്കോളാം. അതുകൊണ്ട് തൽക്കാലം ഞാനായിട്ട് ആരോടും പറയാൻ നിൽക്കുന്നില്ല. നീയായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ ആരോട് പറയാനാ? നാണക്കേടല്ലേ അനിയൻ ചേട്ടനെ തല്ലിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ? നമ്മുടെ തറവാടിന നാണക്കേട്. നമ്മുടെ തറവാടിന്റെ ദിവസേ നമ്മൾ രണ്ടുപേരും കൂടിയാ നോക്കണ്ടേ. അതെ, പ്രകാശന് അജ്ഞാതനെ കണ്ടില്ലേ? ഇല്ല, നല്ല ഇരുട്ടായിരുന്നു. പിന്നെ മുഖമൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ ഏട്ടാ? അതെ അതെ. കേസ് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കണ്ടോ? അങ്ങനെ ആണെങ്കിൽ എന്റെ പരിചയത്തിൽ ഒരു സൂപ്പർ വക്കീലുണ്ട്. അയ്യോ വേണ്ട, ഒരു വക്കീല് വന്നു പോയതിന്റെ ക്ഷീണമാണ് ഈ കാണുന്നത്. മോന നല്ല റെസ്റ്റ് എടുക്കുന്ന നല്ലത്. കയ്യിന് ഒടുവില്ല, പക്ഷെ നല്ല പരിക്കുണ്ട്. കയ്യിന് മാത്രമല്ല ഉള്ളിൽ നല്ല പരിക്കുണ്ട്. അമ്മാതിരി ഇടിയല്ലേ ഇടിച്ചിട്ട് പോയത്. മോന മായയോട് എന്തോ പറഞ്ഞില്ലേ കാറ് കത്തിക്കാന്നൊക്കെ? അതെന്താ സംഭവം? അവള് പറഞ്ഞില്ലേ? ഇല്ലെന്ന് ഒന്നും വിട്ടു പറയുന്നില്ല. എന്താ സംഭവം? അവള് വിട്ടു പറയില്ല. ഇനി ആവണീനെ ശല്യം ചെയ്താലേ കാറിലിട്ട് കത്തിക്കുമെന്നാ പറഞ്ഞു. അതുമാത്രമല്ല, മായയുടെ കാറിൽ പെട്രോൾ ഒഴിച്ച് ഒരു സാമ്പിൾ ഇങ്ങനെ കാണിച്ചിട്ടാ ഇട്ടത്. ഓ, അതിന്റെ പേടിയാണ് മായയിൽ കാണുന്നപ്പോ. അല്ല, ഒരു സംശയം ചോദിക്കട്ടെ, ഇതൊക്കെ മോഹൻ അറിയണമെങ്കിൽ മോഹൻ അജ്ഞാതനെ കണ്ട അയാളെ പറഞ്ഞിട്ട് വേണമല്ലോ മോഹൻ ഇത് അറിയാൻ. കണ്ടില്ല. കാറ് തടഞ്ഞു നിർത്തി മുഖത്തൊരൊറ്റ ഇടിയായിരുന്നു. പിന്നെ മൊത്തം ഇരുട്ടായിരുന്നു.
പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. ശബ്ദം മാത്രം കേട്ടുള്ളൂ. ഇപ്പൊ ഒരു ലോജിക്കായി, ഡൗട്ടൊക്കെ മാറി. ഏതായാലും മോൻ റെസ്റ്റ് എടുക്ക്. ഓക്കെ, നന്ദി ഉണ്ടോടാ നീയാ.